ഇന്നലെ ഹൈക്കോടതി ഉത്തരവ് വന്നിരുന്നു. അന്വേഷണം തടസ്സമില്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട കേസിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി ഇന്ന് വന്നത്. അതിന് പിന്നാലെയാണ് ഏതാണ്ട് ഒരു 1.25 മണിക്കൂറിന് മുമ്പ് ഈ കേരളത്തിലെ പിണറായിയുമായി ബന്ധപ്പെട്ട 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡുമായി എത്തിയത്. ദിലീപ് കുമാർ വീണ്ടും ചേരുന്നു. ദിലീപ്, വിശദാംശങ്ങൾ. റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. വിവിധ സ്ഥലങ്ങളിലായി തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം അടുത്തിടെ പ്രതിപക്ഷ നേതാവായി മാറിയപ്പോൾ ബേക്കറി ജംഗ്ഷനിലെ വാടക വീട് എടുത്തിരുന്നു. അവിടെയും അതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിലും ഒരേ സമയം തന്നെയാണ് ഈ 12 ഇടങ്ങളിലും ഒരേ സമയം കണ്ണൂരിലെ ധർമ്മടത്തുള്ള പിണറായി വിജയന്റെ വസതി, കൊച്ചിയിലെ CMRL ആസ്ഥാനം എന്നിവിടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടക്കുകയാണ്. ഇതുൾപ്പെടെ 12 സ്ഥലങ്ങളിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടക്കുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബേക്കറി ജംഗ്ഷനിലുള്ള വസതിയിലുണ്ട് എന്നാണ് ഇപ്പോഴും സ്ഥിരീകരിക്കാത്ത വിവരം ലഭ്യമായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് 1.72 കോടി രൂപ ഈ കമ്പനി CMRL എന്ന സ്ഥാപനം 2017-2020 കാലഘട്ടത്തിൽ നൽകിയിട്ടുണ്ട് എന്നതാണ്. ഇതിൽ ഈ പണം മാത്രമല്ല കമ്പനിക്ക് നൽകിയിട്ടുള്ളത്, ഈ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന വീണ വിജയന്റെ സ്ഥാപനത്തിന് നൽകിയിട്ടുള്ളത് എന്ന കാര്യം കൂടി നേരത്തെ പുറത്തു വന്നിരുന്നതാണ്. അത് CMRLുമായി ബന്ധമുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം എക്സാലോജിക്കിന് 2016 മുതൽ 2019 വരെ ഈടില്ലാ വായ്പ നൽകിയിട്ടുണ്ട് എന്ന കാര്യം കണ്ടെത്തിയിരുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ 2013-14 സാമ്പത്തിക വർഷം മുതൽ 2019-2020 വരെയുള്ള നികുതി അടവ് രേഖകളുടെ അടിസ്ഥാനത്തിൽ CMRLന്റെ ഓഫീസിലും ഫാക്ടറിയിലുമായി 2019 ജനുവരി മാസം 25-ാം തീയതി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയിരുന്നു. അവിടെ CMRL ഓഫീസ്, MD ശശിധരൻ കർത്തയുടെ ഓഫീസ്, വീട്, പ്രധാന ഉദ്യോഗസ്ഥരുടെ വീടുകൾ, ഇവിടെയൊക്കെ ഈ പരിശോധന നടത്തി. ആ പരിശോധനയിൽ കമ്പനിയുടെ ചെലവുകൾ പെരുപ്പിച്ച് കാട്ടി 135.54 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി എന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയായിരുന്നു. ഈ ആദായ നികുതി തർക്കത്തിലാണ് പിന്നീട് സെറ്റിൽമെന്റ് അപേക്ഷ കൊടുക്കുന്നു. അതിന്മേൽ ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലാണ് ഇത് സംബന്ധിച്ച് അപേക്ഷ കൊടുത്തത്. ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് അവരുടെ വിധിയിൽ ഇക്കാര്യത്തിൽ 1.72 കോടി രൂപ വീണ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക് സൊല്യൂഷൻസ് നൽകിയത് അതൊരു പ്രമുഖ വ്യക്തിയുടെ സ്വാധീനത്തിന്റെ പുറത്താണ് എന്ന് ആ ഉത്തരവിൽ ഡൽഹി ബെഞ്ച് പറഞ്ഞതിനെ തുടർന്നാണ് പിന്നീട് ഈ സംഭവം ഒരു വാർത്തകളിലേക്ക് എത്തുകയും ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയും ഒക്കെ ചെയ്തത്. ഇവർ ഈ ഏതെങ്കിലും തരത്തിൽ ഈ എക്സാലോജിക് സൊല്യൂഷൻസ് ഈ CMRL എന്ന സ്ഥാപനത്തിന് സേവനം നൽകിയിട്ടില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും അതിന് CMRLന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാറും ചീഫ് ജനറൽ മാനേജർ P സുരേഷ് കുമാറും ആ നിലയിലുള്ള മൊഴിയാണ് നൽകിയിരുന്നത്. ഈ CMRLന്റെ സോഫ്റ്റ്വെയർ സേവനങ്ങൾക്ക് പുറത്തുനിന്നുള്ള സഹായമില്ല എന്ന് അവിടുത്തെ ജീവനക്കാരും മൊഴി നൽകിയിരുന്നു. CMRL ഉപയോഗിക്കുന്നത് ടാലി, ഔട്ട്ലുക്ക്, പവർ ബിൽഡർ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളാണ്. ഇവയുടെ മെയിൻ്റനൻസ് ഒക്കെ CMRLന്റെ അകത്തുള്ള ജീവനക്കാരാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇവരുടെ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ഒരു സേവനം ഉണ്ടായിട്ടില്ല എന്ന കാര്യവും നേരത്തെ കണ്ടെത്തിയിരുന്നതാണ്. ഇപ്പോൾ 12 സ്ഥലങ്ങളിൽ കേരളത്തിന് പുറമെ ബംഗളൂരുവിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന്റെ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ഒക്കെ ഈ 12 സ്ഥലങ്ങളിലായി, കേരളത്തിലും കർണാടകത്തിലുമുള്ള 12 സ്ഥലങ്ങളിലായാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് കേരള ഹൈക്കോടതി ഈ ED അന്വേഷണം തടയണം എന്ന ഹർജി തള്ളിയിരുന്നത്. SFIയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ആ SFIയുടെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ സമാന്തരമായ ഒരു അന്വേഷണത്തിന്റെ കാര്യമില്ല എന്നായിരുന്നു ശശിധരൻ കർത്ത ഉൾപ്പെടെ CMRLന്റെ ഉടമസ്ഥൻ അദ്ദേഹം ഉൾപ്പെടെ അതുകൂടാതെ അവിടുത്തെ ചില ഉദ്യോഗസ്ഥരും ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഈ സമൻസ് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.